ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് നമ്മുടെ ഭഗവാനെ കാണാൻ വേണ്ടി പഴനിയിലേക്ക് പോവുകയാണ് കേട്ടോ. കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു പഴനിയിലേക്ക് പോകണമെന്നുള്ളത്. അപ്പോൾ നമ്മളിതേ എയർപോർട്ട് റോട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ എടപ്പള്ളിയിൽ നിന്നാണ് കേട്ടോ വന്നത്. ഇപ്പോൾ എയർപോർട്ട് റോട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ഫ്ലൈറ്റൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി. പക്ഷേ ഗായ്സ്, ഫ്ലൈറ്റ് ഒന്നും കണ്ടില്ല. അങ്ങനെ ഇതേടാ തൃശ്ശൂർ ടോളെത്തി. അങ്ങനെ ഗായ്സ്, ദേ നമ്മൾ തുരങ്കത്തിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഭയങ്കര അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ നമ്മുടെ തുരങ്കത്തിനകത്തൂടി പോകുമ്പോൾ കാണുന്നത്. അങ്ങനെ നമ്മൾ അതിമനോഹരമായ കാഴ്ചയെ കണ്ടിട്ട് ദേ തുരങ്കത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഗായ്സ്. അങ്ങനെ ഗായ്സ്, നമ്മളിതേ പാലക്കാട് വഴിയൊക്കെ നല്ല ചുട്ട വെയിലത്ത് പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. നല്ല വെയിലാണ്, ഒരു രക്ഷയുമില്ല. അപ്പോഴാണ് ഓർത്തത് ഒരു ഷാർജ ഷേക്ക് കുടിക്കണമെന്ന്. എന്നാൽ ഷാർജ ഷേക്ക് തന്നെ കുടിച്ച് കളയാം. ദേ ഗായ്സ്, ദേ ഞങ്ങളപ്പോൾ ഷാർജ ഷേക്കൊക്കെ വാങ്ങിച്ചു, ഒരു ബർഗർ, ഒരു കട്ട്ലേറ്റൊക്കെ വാങ്ങിച്ചു, സെറ്റായി ഗായ്സ്. അപ്പോൾ നമ്മൾ തമിഴ്നാട് കയറിയെന്നാണ് കേട്ടോ തോന്നുന്നത്. ആക്ച്വലി ഇത് അവിടെ തമിഴൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തമിഴ്നാട് കയറി ഗൈസ്. ഹലോ ഗായ്സ്, അപ്പോൾ ദേ നമ്മൾ പൊള്ളാച്ചിലേക്ക് എത്താൻ പോവാണ്ടോ. അപ്പോൾ പോകുന്ന വഴി കണ്ട അതിമനോഹരമായ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നമ്മളിതേ മീനാക്ഷിപുരമൊക്കെ കയറിയത് നേരെ പൊള്ളാച്ചിലേക്ക് എത്താറായിട്ടോ. അങ്ങനെ ദേ നമ്മൾ പൊള്ളാച്ചിലെത്തി കേട്ടോ. ഇവിടുന്ന് പളനിക്ക് കാണിക്കുന്നത് 65 കിലോമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ അതേ നേരെ നമ്മൾ പഴനിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ പൊള്ളാച്ചിയിൽ നിന്ന് പഴനിയിലേക്ക് എത്താറായപ്പോൾ തന്നെ നമ്മൾ കുഞ്ഞുനാൾ തൊട്ടേ കാണുന്ന ഒരു സംഭവം കേട്ടോ, നമ്മുടെ കാറ്റാടി യന്ത്രം. അതൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ച് ഞാൻ പോവാണ് കേട്ടോ ഗായ്സ്. ഹലോ ഗായ്സ്, അപ്പോൾ ദേ സന്ധ്യയായി തുടങ്ങി കേട്ടോ. ഇനി നമ്മുടെ പഴനിയിലേക്ക് എത്താൻ വേണ്ടി അവിടെ നിന്നൊരു 10 കിലോമീറ്റർ കൂടി ഉണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലെത്തിയിരിക്കുകയാണ്. നല്ല കാറ്റ്. അപ്പോൾ ദേ നമ്മൾ ദേ പഴനിയുടെ അടിവാരത്തോടി പോവാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതേ നമ്മൾ പഴനിമലയൊക്കെ കണ്ടിട്ടോ. കണ്ടപ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നി. രാത്രി ആയതുകൊണ്ടിട്ട് ഒരുപാട് വിഷ്വലൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. എന്നെ കൊണ്ടാവാവുന്ന കുറച്ച് വിഷ്വലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഴനിയിലെത്തി കേട്ടോ. പഴനിയിലെത്തിയിട്ട് ഞങ്ങളൊരു ചെറിയൊരു റൂം എടുത്തായിരുന്നു. അപ്പോൾ അതേ ഹോട്ടലിൻ്റെ വാതിക്ക് തന്നെ കോലമൊക്കെ അവരിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദേ നമ്മൾ റൂമിലോട്ടൊക്കെ പോവാണ് കേട്ടോ. പഴനി ആയത് കൊണ്ടിട്ട് റൂം അത്ര നല്ലതൊന്നും അല്ല. നമുക്ക് കിട്ടിയതിലൊരു നല്ല റൂം നോക്കിയാണ് കേട്ടോ നമ്മൾ എടുത്തത് തന്നെ. അങ്ങനെ നമ്മളിതേ റൂമൊക്കെ എടുത്തു. നമ്മളിതേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഒരുപാട് പർച്ചേസ് ചെയ്യാനുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടായിരുന്നു. കുറേ പാവകൾ, ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ അതൊക്കെ നോക്കി അവിടെ നടക്കുക.
അങ്ങനെ ഗായ്സ് എല്ലാ പാവകളെയും എടുത്ത് ഞാനിങ്ങനെ നോക്കുവാണ് കേട്ടോ, ഏത് വാങ്ങിക്കണം. പക്ഷേ ഗായ്സ് ഒന്നും വാങ്ങിച്ചില്ല. അവിടെ നിന്നും ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. അപ്പോൾ ദേ നൈറ്റ് ഫുഡ് ഇഡ്ഡലിയാണ് കേട്ടോ കഴിച്ചത്. നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഹലോ, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ രാവിലത്തെ വിഷ്വല്. പഴനിയിൽ നമുക്ക് മൊബൈൽ കയറ്റാൻ പറ്റാത്ത കൊണ്ടിട്ട് നമ്മൾ താഴെ തന്നെ കൊടുത്തു. ഞങ്ങൾ പോയി തൊഴുതിറങ്ങിയായിരുന്നു. ഗൈസ്, ഇതെന്തോ ഒരു കോവിൽ പോലത്തെയാണ്. അവിടെ ആരായിരിക്കണേന്നൊന്നും എനിക്കറിയത്തില്ല. ഒരു കോവിൽ പോലത്തെയാണ്. പിന്നെ ഇതാണ് കേട്ടോ ഇടുമ്പമല. കയറാൻ പറ്റില്ല, നല്ല വെയിലാണ്, ഒരു രക്ഷയില്ല, കരിഞ്ഞു പോവും. ഇത് വാങ്ങണം. മറ്റേ ലോക്ക് അങ്ങനെ ഞങ്ങളുടെ പഴനിയിലെ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ടോ ഗൈസ്. അപ്പോൾ അതേ ഞങ്ങളിനി നേരെ പുറപ്പെടാൻ വേണ്ടി നിൽക്കുവാണ്. കൊടൈക്കനാലിലേക്കാണ് കേട്ടോ പോകാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ അതേ ഞങ്ങൾ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി. പഴനിയുടെ അങ്ങോട്ട് പോയിട്ടൊരു വിഷ്വലെടുക്കാൻ വേണ്ടി പറ്റിയില്ല, നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പോകുന്ന വഴി തന്നെ പഴനിമല ഷൂട്ട് ചെയ്തട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്ക് കേട്ടോ. ഇറ്റ്സ് മീ വൈഗ. ബൈ ബൈ.